ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന അരിപ്പൊടിയും പാലും വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. വളരെ വേഗത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന അരിപ്പൊടിയാണ്. ഇത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന വറുത്ത പൊടിയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ കട്ട ഒന്നും ഇല്ലാതെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചില അരിപ്പൊടിക്കാണെങ്കിൽ 1/2 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കൂടുതൽ വെള്ളം പോലെ കലക്കി എടുക്കരുത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു പാത്രത്തിലോട്ട് 4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളം ചേർക്കാത്ത പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. ആവശ്യമാണെങ്കിൽ പിന്നെ ചേർക്കാം. മധുരം നന്നായിട്ട് വേണമെന്നുള്ളവർക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. തീ മീഡിയത്തിലോട്ട് ഇടുക, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അരിപ്പൊടി ആയതുകൊണ്ട് താഴെ പാത്രത്തിൽ പിടിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. എപ്പോഴും നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാനും എളുപ്പമാണ്. അത്രയ്ക്ക് അടിയിലൊന്നും പിടിച്ചു വരത്തുമില്ല. അപ്പോൾ അതായത് കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പം തീ ഒന്ന് വേണമെങ്കിൽ സിമ്മിലോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇത് കുറുകി തുടങ്ങുമ്പോഴേക്ക് നമ്മുടെ പാത്രത്തിൽ സൈഡിലൊക്കെ പിടിച്ചു വരും. അപ്പോൾ തവി കൊണ്ട് അവിടെയും കൂടെ നന്നായിട്ട് ഇളക്കി ഇട്ട് കൊടുക്കുക. അപ്പം മധുരം നോക്കുക, മധുരം കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ 4 ടേബിൾ സ്പൂൺ ചേർത്തു. അപ്പോൾ അത്യാവശ്യം മധുരമേ കാണുള്ളൂ. കൂടുതൽ വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ചേർക്കാം കേട്ടോ. കുറച്ചും കൂടെ കുറുകി വരണം. ഇനി ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ പുഡിങ്ങിന് റോസ് വാട്ടർ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. റോസ് വാട്ടർ ഇല്ലെങ്കിൽ വാനില എസൻസ് ചേർക്കാം. പക്ഷെ വാനില എസൻസ് ഒക്കെ നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആണല്ലേ. അപ്പോൾ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാം കേട്ടോ. ഇപ്പോൾ റോസ് വാട്ടർ ഇല്ലെങ്കിൽ നമുക്ക് ഏലക്കപ്പൊടിയും ചേർക്കാം. അപ്പോൾ തീ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇളക്കാൻ പറ്റുന്നവരാണെങ്കിൽ കൂട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കുറുകി വരും. അപ്പോൾ കുറച്ചും കൂടെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ തവിയിൽ നല്ലവണ്ണം കോട്ടായിട്ട് വരണം. അതുവരെ നമ്മൾ കുറുക്കിയെടുക്കണം. ഇപ്പോൾ പെട്ടെന്ന് ഗസ്റ്റും കുറച്ച് കുട്ടികളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുമല്ലേ അരിപ്പൊടിയും പാലും ഒക്കെ. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാനും പാടൊന്നുമില്ല. കുറച്ച് ഇൻഗ്രീഡിയൻസും മതി. അപ്പോൾ ഇത് കോട്ടായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് പതഞ്ഞു വരും. ഇപ്പോൾ ബീറ്റർ ഇല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇലക്ട്രിക് ബീറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ബീറ്റ് ചെയ്തെടുക്കാൻ പാടുള്ളവർ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ പുഡിങ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യേണ്ട പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയാണ് യൂസ് ചെയ്യുന്നത്. വേറെ തേങ്ങ ചിരകിയത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. അല്ലെങ്കിൽ പിസ്തയോ ആൽമണ്ടോ എന്ത് വേണമെങ്കിലും, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 2 മണിക്കൂറോളം എടുക്കും തണുത്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പുഡിങ് ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ തണുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വയ്ക്കാം. ഒരു 1 മണിക്കൂറോളം വയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് തണുത്ത് വരും. അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.